ഒന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, വല്ലാത്ത സ്നേഹമായിരിക്കും അതിനോട്. പിന്നെ മറ്റുള്ളതിനോട് സ്നേഹം തോന്നൂല. മറ്റുള്ളതിനോ രണ്ടാമതായിട്ട് അല്ലെങ്കിൽ മൂന്നാമതായിട്ട് അല്ലെങ്കിൽ അവസാനത്തേതായിട്ട് സ്നേഹിക്കും. ആദ്യമായിട്ട് നമ്മുടെ അമലുകളോട് വല്ലാത്ത സ്നേഹം. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ നിസ്കരിക്കുമ്പോൾ വല്ലാത്ത കരച്ചിലായിരുന്നു. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കരയുകയാണ്. സിദ്ദീഖുനൽ അക്ബർ പെരുത്ത് കരഞ്ഞതാ, ഓതുന്ന നേരം കരകവിഞ്ഞൊഴുകുന്നതാ. ഭയങ്കരമായ കരച്ചിലാണ് അദ്ദേഹം നിസ്കരിക്കുമ്പോൾ. ഹൃദയം ഇങ്ങനെ ഉരുകിയിട്ടൊരു വാസന വരുമായിരുന്നു. അത്ര വലിയ ഭയങ്കരമായ അള്ളാഹുവിനോടുള്ള അമലിനോടുള്ള സ്നേഹമാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്ക്. അതുകൊണ്ടാണ് നബി തങ്ങൾ പറഞ്ഞത്, ലോകത്തുള്ള സകല മുഅ്മിനീങ്ങളുടെ ഈമാൻ തുലാസിന്റെ ഒരു തട്ടിലും സിദ്ദീഖിന്റെ ഈമാൻ തുലാസിന്റെ മറ്റേ തട്ടിലും വെച്ചാൽ സിദ്ദീഖിന്റെ ഈമാൻ വെച്ച തട്ട് കനം തൂങ്ങുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് സിദ്ദീഖിന്റെ ഈമാൻ. അവ്വലു മൻ ആമന ബി അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ, അവ്വലു മൻ സവ്വജനി അബൂബക്കർ, അവ്വലു മൻ യദ്ഖുലുൽ ജന്നത മിൻ ഉമ്മത്തി അബൂബക്കർ. എന്നെ കൊണ്ട് ആദ്യമായി ഈമാൻ കൊണ്ടത് അബൂബക്കർ സിദ്ദീഖാണ്. എന്നെ ആദ്യമായി വാസ്തവമാക്കിയത് അബൂബക്കർ സിദ്ദീഖാണ്. എനിക്ക് ആദ്യമായി ആയിഷ ബീവിയെ കെട്ടിച്ചു തന്നത് അബൂബക്കർ സിദ്ദീഖാണ്. ഹിജ്റയിൽ എൻ്റെ കൂടെ ഉണ്ടായത് അബൂബക്കർ സിദ്ദീഖാണ്. എന്റെ സമൂഹത്തിൽ ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നത് അത് അബൂബക്കർ സിദ്ദീഖാണ്. നബിയുനാ റസൂലുള്ളാഹി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ, പ്രിയപ്പെട്ടവരെ, അതിന്റെ നാലായിരത്തെത്താൻ പോലും നമുക്ക് കഴിയില്ല. അങ്ങനെയുള്ള ഈമാനാണ് നമുക്ക് വേണ്ടത്. അങ്ങനെയുള്ള ഈമാൻ ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് അമലിനോട് വല്ലാത്ത സ്നേഹമായിരിക്കും. അങ്ങനെയുള്ളതായ അമലുകൾ ചെയ്യണം. അതാണ് അങ്ങനെയുള്ള അമലുകളോട് വല്ലാത്ത സ്നേഹം. അപ്പോഴാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും ഒരു പൂർണ്ണത വരുന്നത്. ദോഷങ്ങൾ കൂടുമ്പോൾ നമുക്ക് മാനസികമായ പിരിമുറുക്കമുണ്ടാകും. ടെൻഷൻ കൂടുന്നത് എന്തുകൊണ്ടാണ്? ദോഷങ്ങൾ കൂടിയാൽ ടെൻഷൻ കൂടും. പുതിയ ലോകത്ത് ടെൻഷൻ കൂടുതലാണ്, വല്ലാത്ത സംഘർഷമാണ്. മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ആലോചിക്കാതെ ടെൻഷന് പിന്നാലെ പോവുകയാണ്. നമ്മളിങ്ങനെ തെറ്റുകുറ്റങ്ങളിലേക്ക് മുഴുകിക്കൊണ്ടിരിക്കുകയാണ്, അറിയാതെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ടെൻഷൻ കൂടുകയാണ്. നാം ഹറാമിനെ സൂക്ഷിക്കാറില്ല. ഇത്തഖി മഹാരിമല്ലാഹ് തകുൻ അഅ്ബദന്നാസ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളെ പേടിക്കുക. അല്ലാഹു നിഷിദ്ധമാക്കിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതിനെ സൂക്ഷിക്കുക, അതിനോട് അകലം പാലിക്കുക. ചെറിയ കാര്യമായിരിക്കും. നമ്മളെ കച്ചവടം ഒന്ന് ഉസാറാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ കളവ് പറഞ്ഞല്ലോ. ഇപ്പോൾ ഒരു 100 റുപ്യൻ്റെ സാധനം, അതിന് 200 കിട്ടണം. അത് ഞാൻ 300 വാങ്ങിയത് എന്ന് പറയും. 100 വാങ്ങിയതായിരിക്കും. കളവ് പറഞ്ഞാൽ മാത്രമേ അവൻ്റെ മുതൽ ചെലവായി പോകൂ എന്ന് തോന്നുകയാണ്. ആ രീതിയിൽ കള്ളത്തരം നമ്മളിങ്ങനെ കൂടുതലായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ചെറിയ തെറ്റുകൾ കൂടി വരുമ്പോൾ ടെൻഷൻ കൂടുകയാണ്. ഏറ്റവും വലിയ ആബിദാരാണ്? കുറേ നിസ്കാരക്കാരനല്ല, കുറേ നോമ്പ് നോറ്റവനല്ല, കുറേ സദഖ ചെയ്തവനല്ല. ആരാണ് വലിയ ആബിദ്? തകുൻ അഅ്ബദന്നാസ്. ഹറാമുകളെ സൂക്ഷിക്കുന്നവനാണ്, ഹറാമായ കാര്യങ്ങളെ സൂക്ഷിക്കുന്നവനാണ് ഏറ്റവും വലിയ ആബിദ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. അതുകൊണ്ട് ഹറാമുകളെ സൂക്ഷിക്കുക. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് മഹാന്മാരായ സ്വഹാബികളുടെ കഥ പറയുമ്പോൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കഥ പറയുമ്പോൾ, അവരുടെ അമലുകളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? ഇന്ന് ഭൗതികമായ താല്പര്യങ്ങളുടെ പിന്നാലെ പോവുകയാണ് നാം. ഭൗതിക നേട്ടങ്ങളുടെ പിന്നാലെയാണ് നാം. നമ്മുടെ മനസ്സുകളെല്ലാം മഞ്ഞളിച്ചു പോയിരിക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ ദുനിയാവിനോടുള്ള താല്പര്യം കൂടിയിരിക്കുകയാണ്. ദുന്യവിയായ താല്പര്യം കൂടുതലാണ് നമുക്ക്. കാരണം എന്തുകൊണ്ട്? അല്ലാഹു തആല പറയുകയാണ്, ദുന്യവിയായ താല്പര്യം കൂടുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹുവിനെയും റസൂലിനെയും മറന്നു പോവുകയാണ്. ദുനിയാവിനോടുള്ള താല്പര്യം കൂടിയാൽ പിന്നെ ഇതൊന്നും ഓർമ്മ ഉണ്ടാവില്ല, അമലുകളോട് സ്നേഹം വരികയില്ല. മഹാന്മാരായ സ്വഹാബത്തിന് ദുനിയാവിനോടുള്ള താല്പര്യം കുറവാണ്. അതുകൊണ്ടാണ് അവർക്ക് അമലിനോടുള്ള പ്രതിപത്തി കൂടിയത്. താല്പര്യം അവർക്ക് ദുനിയാവിനോട് കുറവായിരുന്നു.
നമ്മളിന്ന് നമ്മുടെ മകൻ പറയും എനിക്കൊരു മൊബൈൽ വേണം. ഏതാ മൊബൈല്? ആ 40,000 മൊബൈല്. 40,000 മൊബൈലാണ്. ഞാനിവിടെ 200 റുപ്യൻ്റെ മൊബൈലാണ് ഉപയോഗിക്കുന്നത്. എനിക്കെന്തിനാ 40? അല്ല, അതിൽ കുറേ അതൊക്കെ പഠിക്കാനുണ്ട്, അതുകൊണ്ട് അത് വേണം. എന്നായിക്കോട്ടെ, തിരക്കേടില്ല. ഓനിക്ക് ശമ്പളം 15,000, ബാക്കി 25,000 കടം മേടിച്ചു. അങ്ങനെ 40,000 മൊബൈൽ വാങ്ങിയിട്ട് മകനിക്ക് കൊടുത്തയച്ചു. മകൻ ആ മൊബൈൽ കൊണ്ട് എല്ലാ തെമ്മാടിത്തരം കളിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഭാര്യമാർ നമ്മളോട് എന്തെങ്കിലും വിളിച്ചു പറയുമ്പോൾ അത് ആ രീതിയിൽ അപ്പടി നടത്തി കൊടുക്കുകയാണ് നാം. എന്തിനു വേണ്ടിയാണിത്? എന്താണ് ഇതിൻ്റെ പിന്നിലുള്ളത്? ഇതിൻ്റെ ഹലാൽ എന്താണ്, ഹറാം എന്താണ്, നല്ലതേത് ചീത്തയേതെന്ന് തിരിച്ചറിയാതെ നമ്മളിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു ചോദിക്കുകയാണ്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും وأبناؤكم وإخوانكم وعشيرتكم وأموال اقترفتموها وتجارة تخشون كسادها ومساكن ترضونها أحب إليكم من الله ورسوله എന്ന് തുടങ്ങുന്ന ആയത്തിലൂടെ അല്ലാഹു തആല ചോദിക്കുകയാണ്, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും. ഖുൽ നബിയെ തങ്ങൾ ചോദിക്കുക, ഇൻ കാന ആബാഉകും, നിങ്ങളുടെ പിതാക്കളാണെങ്കിൽ, വഅബ്നാഉകും, നിങ്ങളുടെ മക്കളാണെങ്കിൽ, വഇഖ്വാനുകും, നിങ്ങളുടെ സഹോദരന്മാരാണെങ്കിൽ, വഅസ്വാജുകും, നിങ്ങളുടെ ഇണകളാണെങ്കിൽ, വഅശീറത്തുകും, നിങ്ങളുടെ കുടുംബമാണെങ്കിൽ, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ ധനമാണെങ്കിൽ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, ചെലവായി പോകില്ലെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന കച്ചവട സാധനങ്ങളാണെങ്കിൽ, വമസാകിനു തർദൗനഹാ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന ഭവനങ്ങളാണെങ്കിൽ. പൊതുവേ മനുഷ്യൻ തൃപ്തിപ്പെടുന്ന 8 കാര്യങ്ങൾ: നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ ഭാര്യമാർ, നമ്മുടെ കുടുംബക്കാർ, നാം സമ്പാദിച്ച മുതൽ, നമ്മുടെ കച്ചവട സാധനങ്ങൾ, നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പാർപ്പിടം, ഭവനം, വീട്. ഇങ്ങനെയുള്ള 8 വസ്തുക്കൾ മനുഷ്യൻ പൊതുവെ ഇഷ്ടപ്പെടുന്നതാണ്. അങ്ങനെയുള്ള വസ്തുക്കൾ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടതായി കഴിഞ്ഞാൽ, ഫതറബ്ബസൂ ഹത്താ യഅ്തിയല്ലാഹു ബിഅംരിഹി വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ. അള്ളാഹു തൻ്റെ കൽപ്പന നടപ്പിൽ വരുത്തുന്നതിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുക. അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുമാണ് സ്നേഹം വേണ്ടത്. ആ സ്നേഹത്തിന് വിഘാതമായിക്കൊണ്ട് നമ്മുടെ മാതാപിതാക്കളുടെ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ മക്കളുടെ, ഭാര്യമാരുടെ, നമ്മുടെ ധനത്തിൻ്റെ, നമ്മുടെ ദുനിയവിയായ കാര്യങ്ങളുടെ അതിൽ താല്പര്യം കൂടിപ്പോയാൽ അള്ളാഹുവിനോടും അവൻ്റെ റസൂലിനോടുള്ള സ്നേഹം അത് തടസ്സമായി കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹുവിൻ്റെ കോടതിയിൽ രക്ഷപ്പെടാൻ കഴിയില്ല. സ്നേഹം വേണം, അവരോടൊക്കെ സ്നേഹം വേണം. പക്ഷേ കൂടുതലായി നാം സ്നേഹിക്കേണ്ടത് നമ്മുടെ അള്ളാഹുവിനെയാണ്, അതുപോലെ തന്നെ നമ്മുടെ റസൂലിനെയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ തങ്ങളോടുള്ള സ്നേഹമാണ് നമ്മുടെ ഹൃദയത്തിൽ കിടന്ന് കളിക്കേണ്ടത്. മറ്റുള്ളവരോട് സ്നേഹം വേണ്ട എന്നല്ല പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ. ഇന്ന് നമ്മുടെ സ്നേഹം ആരോടാണ്? നമ്മുടെ സ്നേഹം ആരോടാ? ഇന്ന് അർജന്റീനയോടാണ് നമ്മുടെ സ്നേഹം, അല്ലെങ്കിൽ ബ്രസീലിനോടാണ്, അല്ലേ? ഇന്ന് ബ്രസീൽ, അർജന്റീന, മെസ്സി, നെയ്മർ, ഇങ്ങനെയാണ് ചെറുപ്പക്കാർ. അവരെ ഒരു നമ്പറുള്ള ഒരു കുപ്പായ ഇട്ടിട്ട് ഇങ്ങനെ നിസ്കരിക്കാനുള്ള മുമ്പിൽ വന്നിട്ടുണ്ടാവും. മുമ്പിലുണ്ടാവും മെസ്സി, 1ാമത്തെ സഫിലേ, 2ാമത്തെ സഫിൽ നെയ്മർ. ഈ നിസ്കരിക്കുന്നവൻ്റെ ഖിയാലേ മാറിപ്പോവും. ഈ രീതിയിൽ നമ്മളിന്ന് ആ ദുനിയവിയായ കാര്യങ്ങളിലോടാണ് താല്പര്യം കൂടുതൽ. മഹാന്മാരായ സ്വഹാബത്തിനെ കുറിച്ച് ഓർത്തു നോക്കൂ പ്രിയപ്പെട്ടവരെ. പരിശുദ്ധ റമദാനിലാണല്ലോ ബദർ നടന്നത്. ആ ബദർ യുദ്ധത്തിലെ സംഭവം നിങ്ങളുടെ മുന്നിൽ വെക്കുകയാണ്. മഹാനായ സവാദ് റളിയല്ലാഹു തആല അൻഹു, അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിന്റെ പോർക്കളത്തിൽ മഹാന്മാരായ സ്വഹാബത്തിനെ അണിയൊപ്പിച്ച് നിർത്തുകയാണ്. ബദറിന്റെ പോർക്കളത്തിൽ സ്വഹാബത്തിനെ അണിയൊപ്പിച്ച് നിർത്തുന്നു. ശത്രുവിന്റെ മുന്നിൽ തോറ്റോടാതിരിക്കാൻ, ശത്രുവിന്റെ മുന്നിൽ അടിയുറച്ചു നിൽക്കാൻ സഫ് ശരിയാക്കി നിർത്തണം.
നിസ്കാരത്തിലെ സഫ് ശരിയാക്കും പോലെ ആ പോർക്കളത്തിലെ സഫ് ശരിയാക്കി നിർത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കയ്യിലൊരു വടിയുണ്ട്, ആ വടി കൊണ്ട് സഫ് ശരിയാക്കി നിർത്തുകയാണ്. ആ സന്ദർഭത്തിലിതാ കുപ്പായം ധരിക്കാത്ത ഒരു സ്വഹാബി, അല്പം പള്ളയുള്ള ഒരു സ്വഹാബി അല്പം മുന്നോട്ട് ആഞ്ഞു നിൽക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കയ്യിലുള്ള വടി കൊണ്ട് ആ സ്വഹാബിയുടെ വയറ്റത്തൊന്ന് തട്ടിയിട്ട് പറഞ്ഞു, സവാദേ ഒന്ന് നേരെ നിൽക്കൂ, സഫ് ശരിയാക്കി നിൽക്കൂ. വടി കൊണ്ടൊന്ന് തട്ടിയപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു പൊട്ടിത്തെറിക്കുകയാണ്. യുദ്ധക്കളത്തിൽ സഫൊപ്പിച്ചു നിൽക്കുന്ന ആ സ്ഥലത്ത് ശബ്ദിക്കാൻ പാടില്ല, അച്ചടക്കത്തോടെ നേതാവിനെ അംഗീകരിച്ച് നിൽക്കേണ്ട സ്ഥലത്ത് മഹാനായ സവാദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയാണ്, നബിയെ അങ്ങെന്തിനാണ് എന്നെ അടിച്ചത്? അങ്ങ് റഹ്മത്തുൽ ആലമീനല്ലേ, അങ്ങെന്തിനെന്നെ അടിച്ചു? ഉശിരങ്ങൾ യാ ഹബീബ ഒതിമങ്കും താബ താബ യാ റസൂലല്ലാഹ് ബർശൈ റഹ്മത്തിനല്ലാഹ് ബഅസാക്കിയുള്ളതല്ല ബരുത്തപ്പെടുത്തനല്ല യാ നജിയല്ലാഹ് തരുത്തപ്പളുദൂതർ ചൊന്നാർ സവാദേ നീ ചൊന്നതന്ന ത്വാഹവേ ഉങ്ങളെന്ന സ്വഫദിൽ സബകാൽ കതു ത്വാഹ ഉങ്ങളെത്തി ഹിദ്ഹലേ ഉണ്ട് കൂത്തി കവയത്ത് കൈമശത്തിലെ ആകുമെങ്കിലുമേ. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വടി കൊണ്ടടിച്ചപ്പോൾ സവാദ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, നബിയെ അങ്ങ് റഹ്മത്തുൽ ആലമീനല്ലയോ, അങ്ങ് ആളുകളെ കുത്തിവേദനിപ്പിക്കാനാണോ ഈ ദുനിയാവിലേക്ക് അവതരിച്ചത്? അങ്ങ് എല്ലാവർക്കും കരുണ ചൊരിയാനല്ലേ നബിയെ അവതരിച്ചത്? അങ്ങ് എന്തിനെ എന്നെ വേദനിപ്പിച്ചു? ഞാനത് പൊരുത്തപ്പെടില്ല നബിയെ, എനിക്ക് വേദനയായിട്ടുണ്ട് നബിയെ, എനിക്ക് പകരം വീട്ടണം നബിയെ, എനിക്ക് പകരം വീട്ടണം. ആരോടാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, എനിക്ക് വേദനയായി പോയി നബിയെ അങ്ങന്ന് കുത്തിയപ്പോൾ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ബിദമൻ കോദി ഉമൈത്താൻ ബിന്ദത്തളീരിനൊത്ത ബീഗംബതനും മൽകുത്താൻ ആകുമെങ്കിലുമേ ചിതമുറ്റേ ബായലർന്ന് സിതക്കാകും നീ മൊഴിന്ത് ചെയ്തോ സവാദ വന്ന് ഉൻ തന്നൈ കൊതി പോൽ. സവാദേ, നിങ്ങൾക്ക് വേദനിച്ചിട്ടുണ്ടെങ്കിൽ അത് നാളെ മഹ്ശറയിലേക്ക് വെക്കരുത് സവാദേ. നിങ്ങൾക്ക് ഇഷ്ടം എന്നെ കുത്തലാണെങ്കിൽ കുഴപ്പമില്ല, എന്നെ കുത്തിക്കോളൂ. ഇതാ വടി. തങ്ങൾ വടി അങ്ങോട്ട് കൊടുത്തപ്പോ സവാദ് റളിയല്ലാഹു അൻഹു പറയുന്നു, നബിയേ വടി കിട്ടിയതുകൊണ്ട് കാര്യമില്ല, എന്നെ അങ്ങ് കുത്തിയപ്പോൾ എൻ്റെ ശരീരത്തിൽ വസ്ത്രമുണ്ടായിട്ടില്ല, ഞാൻ കുപ്പായം ധരിച്ചിരുന്നില്ല, അതുകൊണ്ട് അങ്ങ് കുപ്പായം ഒന്ന് പൊക്കിത്തരണം നബിയേ, ഒന്ന് കുപ്പായം പൊക്കണം. കൊതിയെല്ലാം തീർക്കുമുത്തേ കുടവേല കൈ പിടിത്തേ കോലിങ്കെ താരുമെത്തെ ഇന്തിടൈ നബി താൻ മതിവേറ്റൂരവായി ചേർത്തെ മനൈഫുക്ക് താലോലിത്തെ മാഹിയ നീർജടത്തെ ലാഹിറാക്കിടുവീൻ. അങ്ങയുടെ ശരീരത്തിൻ്റെ ആ കുപ്പായം ഒന്ന് പൊക്കിത്തരണം നബിയെ, അങ്ങയുടെ പള്ളയിൽ എനിക്ക് കുത്തണം നബിയെ. കുപ്പായം പൊക്കണം. റസൂൽ കുപ്പായം എങ്ങനെ പൊക്കി? അതിനാൽ ആരീകർക്കെല്ലാം അരിശംസവാതിലില്ലാൽ അണിവിട്ടനക്കമ്പല്ല ആർക്കും അപ്പോഴുതിൽ ഉദിപ്പിൽ നീളൽകളറ്റെ ഉടലിൽ അണിയപ്പെട്ടെ ഉശർമാ പുന്നാര ചട്ടൈ കേറ്റിടൈനാർ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബാക്കൾക്ക് ദേഷ്യം വന്നു. എന്താണ് ഈ സവാദ് പറയുന്നത്? റസൂലുള്ളാഹിനെ കുത്താൻ വടി വാങ്ങുന്നു, എന്നിട്ട് റസൂലുള്ളാഹിന്റെ ഷർട്ട് പൊക്കാൻ പറയുന്നു. എന്താണ് ഇത് ചെയ്യാൻ പോകുന്നത്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബാക്കളെ അടക്കി നിർത്തി. എന്നിട്ട് തങ്ങൾ ശരീരത്തിലെ ആ മഹത്തായ ശരീരത്തിൽ നിന്ന് കുപ്പായം അങ്ങോട്ട് പൊക്കുകയാണ്. ഉദിപ്പിൽ നീളൽകളറ്റ് ഉടലിൽ ആണിയപ്പെട്ട് ഉശർമ പുന്നാര ചട്ടൈ കേറ്റിടൈനാറ്. ഉദിപ്പിൽ നിഴലില്ലാത്ത, സൂര്യന്റെ മുമ്പിൽ നിഴലില്ലാത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ശരീരത്തിലെ ശറഫാക്കപ്പെട്ട ശരീരത്തിലെ വസ്ത്രം പൊക്കുകയാണ്. സ്വഹാബത്ത് ശ്വാസം അടക്കി പിടിച്ചു നോക്കുമ്പോൾ മഹാനായ സവാദ് അടുത്തേക്ക് വരികയാണ്. വടിയുമായിട്ട് അടുത്ത് വന്നുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വയറ്റിന്റെ തൊട്ടടുത്ത് നിന്ന് വടി ദൂരേക്ക് വലിച്ചെറിഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിന്റെ വയറ് ആ ശരീരം കൂട്ടി അണച്ചുകൊണ്ട് ചുംബിക്കുകയാണ്. തങ്ങളുടെ വയറ്റത്ത് തുരുതുരാ ചുംബനമർപ്പിക്കുകയാണ്. ദീർഘനേരം ചുംബിച്ചുകൊണ്ട് തന്റെ മുഖം വലിച്ചെടുത്തുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മഹാനായ സവാദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബിയെ മാപ്പ് ചെയ്യണേ നബിയെ, മാപ്പ് ചെയ്യണേ നബിയെ. എന്തിനാണ് സവാദേ നിങ്ങൾ ഇങ്ങനെ ചെയ്തത്? അദ്ദേഹം പറഞ്ഞു, നബിയെ, ഈ യുദ്ധക്കളത്തിൽ ഞാനിങ്ങ് ഷഹീദായി പോയാൽ അങ്ങയുടെ ശരീരത്തിൽ എന്റെ ശരീരം സ്പർശിച്ചാൽ ഞാൻ നാളെ നരകത്തിൽ കടക്കുകയില്ലല്ലോ നബിയെ. അങ്ങയുടെ ശരീരത്തെ ഈ അവസാന സന്ദർഭത്തിൽ അങ്ങയുടെ ശരീരവുമായി സ്പർശിക്കാൻ ഞാനൊന്ന് കൊതിച്ചു പോയി നബിയെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങയെ ചുംബിച്ചത്. ഇതിന് തന്ത്രം പ്രയോഗിച്ചതാണ് നബിയെ. ഒന്ന് മാപ്പ് ചെയ്യണേ നബിയെ. ഇത് കേട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, സ്വർഗാവകാശിയായ ഒരു മനുഷ്യനെ കാണണമെങ്കിൽ നിങ്ങൾ സവാദിലേക്ക് നോക്കിക്കൊള്ളുക. സ്വർഗാവകാശിയെ കാണണമെങ്കിൽ സവാദിലേക്ക് നോക്കിക്കൊള്ളുക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് പ്രിയപ്പെട്ടവരെ സ്നേഹം. ആ രീതിയിലുള്ള സ്നേഹം കൊണ്ട് മാത്രമേ പ്രിയപ്പെട്ടവരെ നമുക്ക് അല്ലാഹുവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ആ ഹബീബിനെ സ്നേഹിച്ചാൽ മാത്രമേ അല്ലാഹുവിനെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അങ്ങനെ അവർ രണ്ടുപേരെ, അല്ലാഹുവിനെയും ഹബീബായ റസൂലിനെയും സ്നേഹിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ ഈമാൻ പരിപൂർണമാകുന്നത്. അങ്ങനെ ഈമാൻ പരിപൂർണമായിട്ട് അമൽ ചെയ്യുമ്പോഴാണ് നമുക്ക് അമലിനോട് മാധുര്യമുണ്ടാകുന്നത്. എന്താണ് അമല്? റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, ബാദിറൂ ബിൽ അഅ്മാലി സബ്ആ. അമൽ ചെയ്യണം. എന്ത് അമൽ ചെയ്യണം? എങ്ങനെ അമൽ ചെയ്യണം? ബാദിറൂ ബിൽ അഅ്മാലി സബ്ആ. സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. അതിന് പറ്റിയ വസന്തമാസമാണ് റമളാൻ. ഏതാണ് ഏതാണ് അമലുകൾ? ബാദിറൂ ബിൽ അഅ്മാലി സബ്ആ. 7 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ നിരതരാവുക. ഏതാണ് 7 കാര്യം? ഹൽ തൻതദിറൂന ഇല്ലാ ഫഖറൻ മുൻസിയാ. പറ്റേ മറപ്പിച്ച് കളയുന്ന ദാരിദ്ര്യത്തെ അല്ലാതെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുവോ? എല്ലാം മറപ്പിച്ച് കളയുന്ന ദാരിദ്ര്യം വന്നു പോകാം. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾക്കറിയുമോ, വർഷങ്ങൾക്ക് മുമ്പ് ഗുജറാത്തിലെ ഒരു സ്ഥലത്ത് ഭൂകമ്പമുണ്ടായി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരനായ ഒരു മനുഷ്യൻ ആ ഭൂകമ്പത്തിലെല്ലാം തകർന്നടിഞ്ഞ് ഒരു നിമിഷം കൊണ്ട് പാപ്പറായി. അദ്ദേഹം മഹാരാഷ്ട്രയിലെ തെരുവോരങ്ങളിൽ പിച്ചക്കാരനായി തീർന്നു. നിമിഷങ്ങൾ കൊണ്ട് പിച്ചക്കാരനായി തീർന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പണക്കാരൻ, ലോകത്തെ 2ാമത്തെ പണക്കാരനായിരുന്നു അന്നയാൾ. ഭൂകമ്പത്തിലെല്ലാം തകർന്ന് തരിപ്പണമായി. തൻ്റെ കുടുംബങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയി. നിമിഷങ്ങൾ കൊണ്ട് ഏറ്റവും വലിയ പണക്കാരൻ പാപ്പർ സൂട്ടാവുകയാണ്. അതുകൊണ്ട് എപ്പോഴാണ് നമ്മുടെ പണം നഷ്ടപ്പെട്ടു പോവുക, എപ്പോഴാണ് നാം ദരിദ്രനാവുക നമുക്കറിയില്ല. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. എല്ലാം മറപ്പിക്കുന്ന ദാരിദ്ര്യം വരുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ നിരതരാവുക. ഒന്ന്. രണ്ടാമതായി നമ്മളെ വഴിപിഴപ്പിക്കുന്ന പണം, നമ്മുടെ ധിക്കാരത്തിലേക്ക് നയിക്കുന്ന ഐശ്വര്യം നമ്മുടെ ധിക്കാരത്തിലേക്ക് നയിക്കും. പണം കൂടിയാൽ പടച്ചവനെ മറക്കുകയാണ്, അള്ളാഹുവിനെ മറന്നു പോവുകയാണ്, റസൂലിനെ മറന്നു പോവുകയാണ്, അമലുകൾ മറന്നു പോവുകയാണ്. അതുകൊണ്ട് പണം കൂടിയാൽ അത് ധിക്കാരത്തിലേക്ക് നയിക്കുന്ന പണമാകരുത്. എത്ര പണമുണ്ടായാലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ റമദാനിൽ കാന അജ്വദന്നാസ് മിനർ റീഹിൽ മുർസല, മഹാനായ നബി തങ്ങൾ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ധർമ്മിഷ്ഠ
ശക്തനായിരുന്നു. ആരെക്കാൾ? മിനർരീഹിൽ മുർസല, അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ വേഗതയാണ് റസൂലുള്ളാഹിന്റെ ദാനധർമ്മങ്ങൾക്ക്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദാനം അത് മറക്കണ്ട. അതാണ് നാം മാതൃകയാക്കേണ്ടത്. തങ്ങൾ പറയുന്നു, വഴി പിഴപ്പിക്കുന്ന ധിക്കാരത്തിലേക്ക് നയിക്കുന്ന പണം, ആ പണമുണ്ടാകുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ നിരതരാവുക. ഔ മറളം മുഫ്സിദ, മൂന്നാമതായി തങ്ങൾ പറയുന്നു, ഔ മറളം മുഫ്സിദ, വിനാശകരമായ രോഗം വരുന്നതിന് മുമ്പ്. ഏതാ വിനാശകരമായ രോഗം? അറിയില്ലേ നമുക്ക്? മാരകമായ രോഗങ്ങൾ, എയ്ഡ്സ്, ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങൾ വരുമ്പോൾ നമ്മുടെ ശരീരങ്ങളെ കാർന്ന് തിന്നുന്ന രോഗങ്ങൾ, അതാണ് റസൂൽ പറയുന്നത്. മറളം മുഫ്സിദ, വിനാശകരമായ ശരീരത്തെ നശിപ്പിക്കുന്ന രോഗം വരുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ നിരതരാവുക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാരകമായ രോഗങ്ങളെ തൊട്ട് അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഔ മറളം മുഫ്സിദ ഔ ഹറമം മുഫ്നിദ, ഔ ഹറമം മുഫ്നിദ, പിച്ചും പേയും പറയുന്ന വാർദ്ധക്യം. പിച്ചും പേയും പറയുന്ന വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ നിരതരാവുക. നമ്മൾ പറയുമല്ലോ അത്തും വിത്തും, അല്ലേ? കാസർഗോഡ് ഭാഷയാണ് അത്തും വിത്തും. മലപ്പുറം ഭാഷ എന്താ? അങ്ങനെ തന്നെ അല്ലേ? പണ്ടൊരാൾ ഒരു വലിയ വാർപ്പിൻ്റെ പുര കണ്ടപ്പോൾ എന്തെങ്കിലും കുട്ടുമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പോയി. അങ്ങനെ വലിയ പുര ഉണ്ടാൽ അങ്ങനെയാണല്ലോ. ചെറിയ ചെറ്റപ്പുര നോക്കിയിട്ട് ആരും എന്തിനു പോവില്ല? സദക്കക്ക് പോവില്ല. പുരൻ്റെ വലിപ്പം കണ്ടിട്ടാണ് സദക്കക്ക് പോവുക. അങ്ങനെ പോയി നോക്കിയപ്പോൾ അവിടെ ഒരാളുണ്ട്. വാതിൽ തുറന്ന് എന്താ വന്ന് എന്തൊക്കെ സഹായിക്കണമെന്ന്. ഇവിടെ ഒന്നുമില്ലേ? ഇല്ല. അപ്പോൾ ഒരു ഭാഗത്ത് കുറച്ച് നെല്ലിങ്ങനെ കൂട്ടിയിട്ടുണ്ട്, മറ്റേ ഭാഗത്ത് കുറച്ച് നെല്ലുണ്ട് ഇങ്ങനെ. അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ അത് വിത്ത് എന്ന് പറഞ്ഞു. ഇതും വിത്ത് പറഞ്ഞു. അതും വിത്ത് ഇതും വിത്ത്. അപ്പം വന്നത് നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ അതും വിത്ത് ഇതും വിത്ത്, അതും വിത്ത് ഇതും വിത്ത്. എന്നാൽ ഞാൻ പോകുന്നു, അസ്സലാമു അലൈക്കും. അയാൾ പോയി. പിന്നെ ഇയാളെ പണി എന്താ? അതും വിത്ത് ഇതും വിത്ത്, അതും വിത്ത് ഇതും വിത്ത്, അതും വിത്ത് ഇതും. അവസാനം അത്തും വിത്തുമായി. അതാണ് അത്തും വിത്ത്. മനസ്സിലായി? അത്തും വിത്ത് അറിയില്ലേ? അപ്പോൾ പിച്ചും പേയും പറയുന്ന വാർദ്ധക്യം വരുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ നിരതരാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അർദലുൽ ഉമറിനെ തൊട്ട് കാവൽ തേടണം. അർദലുൽ ഉമർ, പറ്റ കുട്ടികളെ മാതിരിയാകുക. ചെറിയ കുട്ടികളെ മാതിരി നമ്മൾ അവസാനം വയസ്സായി അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. എപ്പോഴും അൽ ബഖറ സൂറത്ത് ഓതുന്ന ആൾക്ക് അത്തും വിത്തുമാവുകയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. സൂറത്തുൽ ബഖറ പരിശുദ്ധ ഖുർആൻ ഓതുന്നവർക്കും ഉണ്ടാകില്ല. അങ്ങനെയും ഹദീസിൽ കാണാം. എത്രയായിപ്പോൾ? 7 കാര്യത്തിൽ എത്രയായി? 4. ഞാൻ കാണിച്ചോണ്ടല്ലേ അല്ലേ? എല്ലാം ഉറങ്ങുന്നുണ്ടായി. 1, പറ്റേ മറപ്പിച്ച് കളയുന്ന ദാരിദ്ര്യം. 2, വഴികേടിലാക്കുന്ന പണം. 3-മത്തേത് വിനാശകരമായ രോഗം. 4-മത്തേത് പിച്ചും പേയും പറയുന്ന വാർദ്ധക്യം. 5-മത്തേത് മൗതം മുജ്ഹിസ, ആകസ്മികമായ മരണം, പെട്ടെന്നുള്ള മരണം. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ നിരതരാവുക. പെട്ടെന്നുള്ള മരണം അല്ലേ? പെട്ടെന്നല്ലേന്ന് മരിക്കുന്നത് എത്ര ആളുകൾ. وكم من صحيح مات من غير علة وكم من عليل عاش دهرا إلى دهري. എത്ര ആരോഗ്യമുള്ളവരാണ് ഈ പെട്ടെന്ന് മരിച്ചു പോവുകയാണ്. എന്നാൽ ഒരുപാട് കാലം രോഗശയ്യയിൽ കിടക്കുന്നവർ, രോഗിയായ ആളുകൾ ഇങ്ങനെ കാലാകാലം ജീവിക്കുകയാണ് അല്ലേ? രോഗത്തിലേക്ക് ഒരുപാട് കാലം കിടക്കുകയാണ് ചില ആളുകൾ. ചെറുപ്പക്കാർ പെട്ടെന്ന് മരിച്ചു പോവാണ്. അള്ളാഹു കാക്കട്ടെ. അങ്ങനെയുള്ള ആകസ്മികമായ മരണം വരുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ നിരതരാവുക. അവിദ്ദജ്ജാൽ ഫശർറുഗാഇബിയുൻ തളർ. ദജ്ജാൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ നിരതരാവുക. ആരാണ് ദജ്ജാൽ? ഫശർറുഗാഇബിയുൻ തളർ. പ്രതീക്ഷിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നാശകാരിയാണവൻ. വരാനിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ നാശകാരിയാണ് ദജ്ജാൽ. ആ ദജ്ജാൽ വരുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ നിരതരാവുക. അവസാനമായി തങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാൾ
ആ ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ നിരതരാവുക. ഫസ്സാഅതു ഖിയാമത്ത് നാൾ അദ്ഹാ വ അമർ, അത് ഏറ്റവും ഭയാനകമാണ്. വ അമറു, ഏറ്റവും കൈപ്പേറിയതുമാണ്. ആ ഖിയാമത്ത് നാൾ വരുന്നതിന് മുമ്പ് നിങ്ങൾ സൽക്കർമ്മങ്ങളിൽ നിരതരാകണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ ഈ 7 കാര്യങ്ങളാണ് നിങ്ങൾക്ക് വരാനിരിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ അമലുകളിൽ നിരതരാവുക, പൂർണ്ണമായി അമലുകളിൽ ലയിച്ചു ചേരുക, അല്ലാതെ ഭൗതികമായ താല്പര്യങ്ങളിൽ ലയിച്ചു ചേരരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. ഏതാണ് പ്രിയപ്പെട്ടവരെ, ഏറ്റവും വലിയ അമൽ നിസ്കാരം തന്നെയാണ്. അഫ്ദലുൽ ഇബാദാത്തിൽ ബദനിയത്തി കുല്ലിഹാ അസ്വലാ. നമുക്കറിയാം, വിശദീകരിക്കേണ്ട കാര്യമില്ല. നിസ്കാരം അത് കൃത്യമായി നിർവഹിക്കാൻ നാം ശ്രമിക്കുക. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമദാനിലാണ് നാം നിലകൊള്ളുന്നത്. ഒരു അമലിന് 10ഉം 70ഉം 700ഉം 70,000ഉം അതിനപ്പുറം എത്രയോ ഇരട്ടി പ്രതിഫലം ലഭിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് ഇരട്ടി പ്രതിഫലം ലഭിക്കുന്ന ഈ മഹത്തായ മാസത്തെ ധന്യമാക്കാൻ നാം ശ്രമിക്കുക. പ്രിയപ്പെട്ടവരെ, ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. സമയമായോ? കുറച്ചും കൂടി, ഒരു 10 മിനിറ്റ് കൂടി പോവാം അല്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, നിങ്ങൾ ഈ 7 കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് അമലുകളിൽ മുഴുകിയിരിക്കുക. ഏറ്റവും വലിയ അമൽ നിസ്കാരം. നിസ്കാരത്തിൻ്റെ കാര്യം നമുക്ക് പ്രിയപ്പെട്ടവരെ പലപ്പോഴും ചെറുപ്പക്കാർ ശ്രദ്ധിക്കാറില്ല. എനിക്ക് പറയാം,